ഹായ് വെൽക്കം ടു എൻഗേജ് ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സോഫ്റ്റ്വെയറിൻ്റെ ഓവർവ്യൂ ആണ്. അതിന് ആദ്യം സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറുക. അതാണ് വെബ്സൈറ്റ് engage.com. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ബ്രൗസറിൽ ഓൾറെഡി പാസ്വേഡും യൂസർ നെയിമും സേവ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ലോഗിൻ ആവും. ലോഗിൻ ആയിക്കഴിഞ്ഞു. ലോഗിൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവിടെ താഴെ കൺട്രോൾ പാനലിൽ കണക്ട് അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. നിങ്ങളുടെ കമ്പനിയുടെ പേര്, പിന്നെ ഫേസ്ബുക്കിൻ്റെ ID, നമ്മൾ കണക്ട് ചെയ്ത നമ്പർ, മെസ്സേജ് ലിമിറ്റ്, പിന്നെ ക്വാളിറ്റി സ്കോർ, പിന്നെ സ്റ്റാറ്റസ്, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രശ്നം, അതായത് നമ്മുടെ APIയിൽ കണക്ട് ചെയ്ത നമ്പറും നമ്മുടെ സോഫ്റ്റ്വെയറായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ ചെക്ക് ചെയ്തിട്ട് പിന്നെ റിസൾട്ട് വരും, സക്സസ് ആണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഓപ്ഷൻ ഇവിടെ ഉള്ളത്. അതിന് ശേഷം ഇവിടെ ഡാഷ്ബോർഡിൽ വന്നാൽ ഇതാണ് ഓവറോൾ ഡാഷ്ബോർഡ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാം. ഇവിടെ ഓൾ ഇൻബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇൻബോക്സിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് എല്ലാ കമ്മ്യൂണിക്കേഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിട്ട് ആ അഡ്വർടൈസ്മെൻറ്റിൽ കയറി വരുന്ന കസ്റ്റമറും അല്ലാതെ ഡയറക്റ്റായിട്ട് വരുന്ന കസ്റ്റമറിൻ്റെ എല്ലാവരുടെയും കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ മുഴുവൻ കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് റിപ്ലൈ അയക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, അതേപോലെ പിന്നെ റിപ്ലൈ അയക്കുക, ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ ഇമേജസ് അയക്കാൻ പറ്റും, വോയിസ് ഇടണമെങ്കിൽ വോയിസ് ഇടാൻ പറ്റും. അങ്ങനെ എല്ലാ ഓപ്ഷൻസുകളും ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചാറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് വേറെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് വേറെ യൂസർ അക്കൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചാറ്റ് പിന്നെ എംപ്ലോയിക്ക് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ആൻ ഏജൻറ്റ് എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അത്തരം ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോട്ട് മാനേജറിന് കാണാം. ഇവിടെ ബോട്ട് മാനേജറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോട്ട് റിപ്ലൈ എന്ന് കാണാം. ഈ ബോട്ട് റിപ്ലൈ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക് റെസ്പോൺസ് സെറ്റ് ചെയ്യാണ് ബോട്ട് റിപ്ലൈ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കണക്ട് ചെയ്ത നമ്പർ. ഈ നമ്പറിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മെസ്സേജുകൾ പോകണമെന്ന് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫ്ലോ ആണ്. ഇങ്ങനെയാണ് ഫ്ലോ സെറ്റ് ചെയ്യുക. അപ്പോൾ ഫ്ലോ സെറ്റ് ചെയ്യുന്ന വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ബോട്ട് റിപ്ലൈ എന്ന് പറയുന്നത്. ഇത് അടുത്ത ഓപ്ഷനാണ് AI ഏജൻറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ബോട്ട് റിപ്ലൈയിലുള്ള എല്ലാ റെസ്പോൺസുകളും പ്രീ ഡിഫൈൻഡ് ആണ്. അതായത് നമ്മളായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇത്. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാം നിങ്ങൾക്ക്, ഇവിടെ AIൻ്റെ കുറേ ടൂളുകളുണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റെസ്പോൺസ് വരും. അപ്പോൾ അതിന് മെയിനായിട്ടുള്ളത് ChatGPT പിന്നെ AIൻ്റെ സർവീസ് പ്രൊവൈഡർ. ChatGPT പിന്നെ DeepSeek രണ്ട് ടീമാണ് മെയിനായിട്ട് സർവീസ് പ്രൊവൈഡർ ഉള്ളത്. അപ്പോൾ അവരുടെ നമ്മളെ API കീ എന്ന് പറയും. അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എനേബിൾ ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് റെസ്പോൺസ് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമർ ചിലപ്പോൾ ഈ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഈ AI റിപ്ലൈ കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമർ ടാർഗറ്റിന് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതിന് ശേഷം ഇവിടെ ബ്രോഡ്കാസ്റ്റ് ക്യാമ്പയിൻ എന്ന് കാണാം. ബ്രോഡ്കാസ്റ്റ് ക്യാമ്പയിൻ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ എന്തൊക്കെ ബ്രോഡ്കാസ്റ്റുകൾ അയച്ചു അതിൻ്റെ ക്യാമ്പയിന് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ അതിന് ശേഷം ചാറ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഇവിടെ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വാട്സപ്പ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഓപ്ഷൻ ഇടാൻ പറ്റും. അതിനാണ് വിഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിങ്ങനെ ഈ വെബ്സൈറ്റിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് ഈ ഫ്ലോ ആയിട്ട് റിലേറ്റഡ് ആണ്. ഈ ഫ്ലോയിൽ പിന്നെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ ഫ്ലോയിലേക്ക് കയറി
അയാൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സർവീസ് കണ്ടു, അയാൾ സർവീസിന് ഇൻട്രസ്റ്റഡ് ആയ സമയത്ത് നമുക്ക് അയാളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അതായത് നമുക്ക് ആവശ്യമുള്ള റിക്വയർമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പേര്, ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ, അങ്ങനെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ അത്ര ഡീറ്റെയിൽസുകൾ. അപ്പോൾ അത് അയാൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോൾ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് ടൈപ്പിങ് നിർത്തിപ്പോയി, പിന്നെ അവിടെ ഇട്ടു അത്. അങ്ങനെയുള്ള സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മെസ്സേജ് പോകും. അതായത് പിന്നെ നിങ്ങളുടെ ഫ്ലോ കംപ്ലീറ്റ് ആയില്ല, പ്ലീസ് കംപ്ലീറ്റ് എന്നുള്ള രീതിയിൽ ഫ്ലോ പോകും. ഇതാണ് ഇൻപുട്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലോയിൻ്റെ ഭാഗമാണ്. അവിടെ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ എൻക്വയറി കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഓപ്ഷനാണ് ഇൻപുട്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഇതും വാട്സപ്പ് ഫ്ലോ എന്ന് പറയുന്നതും കസ്റ്റമറിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇവിടെ അടുത്ത ഓപ്ഷനാണ് മെസ്സേജ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. മെസ്സേജ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് പിന്നെ ആദ്യം നമ്മൾ മെസ്സേജ് സെറ്റ് ചെയ്യണം. മെസ്സേജ് സെറ്റ് ചെയ്തതിന് ശേഷം മെറ്റ ആ മെസ്സേജ് അപ്രൂവ് ചെയ്ത മെസ്സേജുകൾ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അതിവിടെ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു 5 മിനിറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്ത മെസ്സേജ്, അതായത് മാർക്കറ്റിംഗ് മെസ്സേജ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആണെങ്കിൽ യൂട്ടിലിറ്റി, അങ്ങനെ അത് ഒരു 5 മിനിറ്റിനുള്ളിൽ അപ്രൂവ് ആവും. അങ്ങനെ അപ്രൂവ് ആയ മെസ്സേജുകളാണ് നമ്മൾ കസ്റ്റമറിന് അയക്കുന്നത്. എങ്ങനെയാണ് ഈ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നതും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും എന്നുള്ളത് വേറെ വീഡിയോയിൽ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ WC ഷോപ്പിഫൈ ഇൻ്റഗ്രേഷൻ എന്ന് കാണാം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിഫൈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന കസ്റ്റമർ, പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രസ്സ് അങ്ങനെയൊക്കെയുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, അവർ ആരൊക്കെ ഷോപ്പിഫൈ പ്ലാറ്റ്ഫോമിൽ വെബ്സൈറ്റുള്ള കസ്റ്റമറാണോ അവർക്ക് അവരുടെ ആ വെബ്സൈറ്റും നമ്മുടെ ഈ സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഇൻസ്റ്റൻസിനും മെസ്സേജ് വിടാൻ പറ്റും. ഇപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ഇടുന്നതിൻ്റെ മെസ്സേജ് കസ്റ്റമർക്ക് വിടാൻ പറ്റും. പിന്നെ കൊറിയർ പിന്നെ ഡിസ്പാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിടാൻ പറ്റും. പിന്നെ ഔട്ട് ഓഫ് ഡെലിവറി, പിന്നെ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ അത്തരം ഇൻഫർമേഷനുകളൊക്കെ നമുക്ക് കസ്റ്റമറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പാസ് ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട് ബൗണ്ട് വെബ് ഹുക്ക് എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ ഇവിടുത്തെ ഡാറ്റ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറുമായിട്ട് ഇപ്പോൾ CRM ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസുകളുണ്ട്. നോ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോട്ട് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കീവേഡ് ഇടണം. ആ കീവേഡ് ഇടുന്നതിന് പകരം എന്ത് ടൈപ്പ് ചെയ്താലും ബോട്ട് പോകുന്ന രീതിയിലുള്ള അത്തരം ഓപ്ഷൻസുകളാണ്. പിന്നെ അൺസബ്സ്ക്രൈബ്, അതായത് എന്ത് മാർക്കറ്റിംഗ് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ അൺസബ്സ്ക്രൈബ് ബട്ടൺ നിർബന്ധമായിട്ടും അതിൽ വെച്ചിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റമർ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിനെ അത് ബാധിക്കും. അത്തരം ഓപ്ഷൻസുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതിന് ശേഷം പിന്നെ കോൺഫിഗറേഷൻ, ഇത് വന്നിട്ട് പിന്നെ ഈ ബോട്ട് റിപ്ലൈ അതിൻ്റെയൊക്കെ കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വന്നിട്ട് സബ്സ്ക്രൈബർ മാനേജറിന് കാണാം. സബ്സ്ക്രൈബർ മാനേജറിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഓൾ ഇൻ ബോക്സിൽ വന്ന എല്ലാ കോൺടാക്ട്സുകളും ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന കോൺടാക്ട്സുകളും ഇവിടെ കാണാൻ പറ്റും. ഈ കോൺടാക്ട്സുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഇതേപോലെ രണ്ട് സബ്സ്ക്രൈബർ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആ 2 സബ്സ്ക്രൈബറിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഫോൾഡറിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസുകൾ ഇതിലുണ്ട്. ഇതിൻ്റെ പിന്നെ വീഡിയോ വേറെ തന്നെ ഉണ്ട്, എങ്ങനെയാണ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്ത ഓപ്ഷനാണ് ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടതിന് വേറൊരു വീഡിയോയിൽ ഉണ്ടാവും. പിന്നെ അതിന് ശേഷമാണ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ. അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് മറ്റേ ഡോക്ടേഴ്സിനും അങ്ങനത്തെ ഹോസ്പിറ്റലിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ വാട്സപ്പിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെ കസ്റ്റമറിനെ എപ്പോഴാണ് കസ്റ്റമറിന് അപ്പോയിൻമെൻറ്റ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വർക്ക് ഫ്ലോ ആണ്. ഇതും എന്താണെന്ന് പറയുക വെച്ചാൽ നമുക്ക് വേറെ വേരിയസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്.
വേറെ സോഫ്റ്റ്വെയറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വേറെ സോഫ്റ്റ്വെയറിൻ്റെ ഡാറ്റ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മറ്റേ പേഴ്സണൽ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാവും കാറ്റലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറ്റലോഗിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇട്ടിട്ട് നമുക്ക് അത് കസ്റ്റമർക്ക് ഡിസ്പ്ലേ ചെയ്യാനും അതുവഴി പർച്ചേസ് ചെയ്യിപ്പിക്കാനും പറ്റും. പക്ഷേ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ അങ്ങനത്തെ കുറേ സെർട്ടൈൻ റിക്വയർമെൻ്റ് ഉണ്ട്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാറ്റലോഗിലൂടെ നമുക്ക് കസ്റ്റമറിനെ കൊണ്ട് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാൻ പറ്റും. പിന്നെ ക്ലിക്ക് ടു ആഡ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് ഇടുന്നുണ്ട്, ആ ആഡ് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ടു വാട്സപ്പ് ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ ആഡ് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ എൻക്വയറി വരുന്നത് വാട്സപ്പിലോട്ടായിരിക്കും. അങ്ങനെ അപ്പോൾ ഇത്രയും ഓപ്ഷൻസുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടെ യൂസർ അക്കൗണ്ട് എന്ന് കാണാം, ഇവിടെ അക്കൗണ്ട് കാണാം. അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ നമ്മുടെ പിന്നെ ഏത് ഇമെയിൽ അഡ്രസ്സ് എന്താണ്, പാസ്വേഡ് എന്താണ്, ഇതൊക്കെ കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഓപ്ഷനുകൾ ഇവിടെ നമ്മുടെ പാക്കേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓവറോൾ സോഫ്റ്റ്വെയറിൻ്റെ ഓവർവ്യൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.